കൊള്ളാം. ആ അമ്മേ, ഛായ. ബാല, ആരത്? എന്താ രാവിലെ പരിപാടി? ആരാടാ? ഞാനേ ഇവിടെ 2 തെങ്ങിടാൻ പോവാ. ഓ, രാവിലെ കുളിയും കഴിഞ്ഞ് ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുക. പോയി വല്ല പണിയെടുത്ത് ജീവിച്ചുവിടാ. കഴിഞ്ഞ ആ മിസ്റ്റർ നായർ, രാവിലെ തന്നെ ഉപദേശിക്കാതെ ഇത്തിരി ഇറച്ചിയൊക്കെ മേടിച്ച് വീട്ടിൽ കൊടുക്ക്. ആ ചേച്ചിയുടെ ഇടി വാങ്ങാതെ. വയസ്സ് കുറേ ആയല്ല, കുണുകുണുകുണൂന്ന് പറഞ്ഞ കൊല്ലം കൊണ്ട് നടക്കണം. ആ അടങ്ങിയിരിക്കടാ. അല്ലിടൂ. ചായ എടുക്കട്ടെ? വേണ്ട, ഞാനിപ്പോ കുടിച്ചേ ഉള്ളൂ. ഇതൊന്ന് ചന്തയിൽ കൊണ്ടുപോയി കൊടുക്കണം. എന്നിട്ട് വേണം കുറച്ച് നല്ല മീൻ മേടിക്കാൻ. നിങ്ങൾക്ക് മീൻ വേണോ? വേണ്ട, ഇന്നലെ അവൻ ഇറച്ചി കൊണ്ടുവന്നിരുന്നു. ഓ, അത് നല്ലതാ. മീനിനൊക്കെ ഇപ്പൊ എന്താ വില. ഇറച്ചിയാ നല്ലത്. എടാ, നീ കല്യാണത്തിന് വരുന്നില്ലേ? നമ്മളില്ലാതെ എന്ത് കല്യാണം? ഓക്കെ, അപ്പൊ നമുക്ക് നാളെ കാണാം. ഓക്കെ. ആരുടെയാടാ കല്യാണം? അയാളുടെ ആയിരിക്കും, എനിക്കറിയാമല്ലോ. നീയല്ലേ കല്യാണത്തിന് പോകാൻ നിൽക്കുന്നേ? ഞാൻ ചുമ്മാ പറഞ്ഞ. ചുമ്മയോ? ഓ, നിന്റെ ഒക്കെ ഒരു ഭാഷ. എടാ, പിന്നെ ഞാനൊരു 100 തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അയാളെ നായരേട്ടാന്ന് വിളിക്കാൻ പാടില്ലെന്ന്. അമ്മേ, നായരെ എന്ന് വിളിക്കുന്ന അയാൾക്ക് ഇഷ്ടമാണ്. ബഹുമാന പുരസ്കാരം ഞാൻ നായരേട്ടാന്ന് വിളിക്കും. നായരെ എന്ന് വിളിച്ചിട്ട് ഞാൻ കുരുത്തക്കെടുന്ന് മേടിക്കണല്ലോ. പ്രകാശ, എന്തായി അമ്മന്റെ കല്യാണം തീരുമാനിച്ചോ? അത് നടക്കും തോന്നല്ല. ഇന്നലെ ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. അതൊക്കെ നടക്കൂടാ, അവക്ക് നല്ലതേ വരും. ഞാൻ പറയട്ടെ, ജെറി വിളിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അവന്റെ വിളിക്കാം. ആ ഡോക്ടറെ വീട്ടിലേ, അവിടെ എന്ത് പൈസ കിട്ടും പറഞ്ഞു. ഈ കൊളത്തിലാണ് പറഞ്ഞേ. നീ അതിന് ചായ കുടിക്കണെന്തിനാന്ന്? വീട്ടിൽ പോയിട്ട് ഡ്രസ് മാറണം. ഞാൻ പറഞ്ഞ വഴിക്ക് ജെറി വിളിച്ചേ. എപ്പോ പോണം? ദേ ഇപ്പൊ പോവാണ്. ആണോ? മതിയത്, വാ. അമ്മ പോയിട്ടാ. നല്ല കോമഡിയാണ് ഇപ്പൊ വീട്ടില്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്റെ വീട്ടുകാർക്ക് നല്ല പ്രാന്താ. എനിക്കും തോന്നാറുണ്ട്. അപ്പൊ ആ അമ്മുന്റെ സ്റ്റാൻഡ് എന്താണ്? അവൾക്ക് അവനെ കെട്ടി മതിയെന്ന് പറയണേ. കെട്ടിച്ചു കൊടുക്കണതാണ് നല്ലത്, കെട്ടിയിടുന്നതാണെന്ന് അമ്മ. വീടും സ്ഥലം വെക്കണ്ടെന്നില്ല, എന്തേത് കൊടുക്കില്ലെന്ന് അച്ഛൻ. അവിടെ ഒരു ലോജിക് കുറവുണ്ടല്ലോ. ബാക്കിയുള്ള എല്ലാത്തിനും ലോജിക്കുണ്ടല്ലേ? എനിക്ക് ചിരി വരുന്നേ നിന്റെ ആരും ഓർത്തിട്ടാ. നിന്റെ അയനയുടെ കാര്യം വീട്ടിലറിഞ്ഞാണ്ടല്ല, നിന്നെ നിർത്തി കത്തിക്കും. ഓ, അതിനുള്ളിൽ എനിക്ക് കുറച്ച് കാശ് ഉണ്ടാക്കണം കേട്ടാ. എനിക്കൊരു പേരെടുക്കണം. ഉണ്ടാക്കാം. ഈ കാർ കച്ചവടം കൊണ്ടൊന്നും ഒരു പരിപാടി നടക്കില്ല കേട്ടാ. നമുക്ക് വേറെ എന്തെങ്കിലും നല്ല പരിപാടി എന്തെങ്കിലും പിടിക്കണം. ഈ കാർ കൊടുത്തതിന് 25,000 രൂപ കിട്ടും. ഒരു മാസം നമ്മൾ 3 കാർ കൊടുക്കുന്നു. അപ്പൊ ആളാം വീതം 25-30 ദിവസം കിട്ടും. എങ്ങുണ്ട്? കഴിഞ്ഞ 3 മാസത്തിനിടയ്ക്ക് ഇത് ആദിത്യാണ്. എടാ, നമ്മൾ ഈ ഫീൽഡിൽ ഫസ്റ്റ് ആയതുകൊണ്ടല്ലേ ഇനി നമുക്ക് വെച്ചടി കയറ്റായിരിക്കും. നീ നോക്കിക്കോ, എല്ലാം ശരിയോ? ഓ, എന്ത് പതിവാ വള്ളികള്. ഇതെന്താ പറയണത്? ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട പറയോ. ഇത് നോക്കിട്ട് കാര്യ നോക്കണ്ടാന്ന്. വട്ട എനിക്കില്ല, അവർക്ക്. ഇത് കഥയില്ലാത്ത കഥയാണപ്പാ. പിള്ളേര് കേട്ടോണ്ടിരിക്കുക. ഇവന്റെ പാസ്പോർട്ട് വന്നിട്ടുണ്ട്. ദുബായിലൊരു ജോലി ശരിയാവുന്നുണ്ട്, നിനക്ക് നോക്കണോ? നമ്മുടെ രാജേഷിപ്പ അവിടെ ആണല്ലോ. അവിടെ പോയി കുറച്ചാൾ ജോലി എടുത്താൽ ലൈഫ് സെറ്റിൽ ആവുന്നേ. ഇവന്റെ കൂടെ പഠിച്ച ഒരുത്തല്ലേ, സ്കൂളിൽ വെച്ച ഒരു അക്ഷരം പഠിക്കാത്ത കൃഷ്ണൻ. അവനിപ്പോ എത്ര ശമ്പളം എന്നറിയോ? 72,000 ഫ്ലാറ്റും. അതൊക്കെ നിന്നിപ്പ പറയണേ. ഇപ്പൊ പറഞ്ഞാലെന്താ, നിനക്ക് കേട്ടൂടെ? രാവിലെ അവന് തണ്ടാൻ ഇറങ്ങിക്കുള്ളൂ. ബാക്കിയുള്ള കണ്ടോ ഇവളുടെ തോന്നിയാസം? പ്രേമാണത്രേ, അത് ഏതോ ജാതി. എന്താ ചെയ്യാ? നമ്മുടെ ജാതി എന്താ, അവന്റെ ജാതി എന്താ? നമ്മുടെ സ്റ്റാറ്റസ് എന്താ, അവന്റെ സ്റ്റാറ്റസ് എന്താ? എനിക്ക് ആലോചിക്കാൻ തന്നെ വയ്യ. ഈശ്വരാ, ഇവക്ക് നല്ല ബുദ്ധി കൊടുക്കണേ. എന്തെങ്കിലും ചോദിച്ചാൽ തർക്കുത്തരമാണ് പറയണത്. ബാല, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അവക്ക് നല്ലത് വരാനല്ലേ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ. അതെന്താ അവക്ക് മനസ്സിലാവാത്തത്?
അവക്ക് വലിയ വലിയ കുടുംബത്തിൽ നിന്ന് നല്ല ആലോചനകൾ വരുമ്പോഴൊക്കെയാണ് അവൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിക്കുന്നത്. ബാലേട്ടാ എന്താ മോളെ? അവന് നല്ല സ്വഭാവമാണ്. അടിച്ചിന്റെ മോന്തകല്ലേ പൊളിക്കും. കണ്ടോ ഈ സ്വഭാവം അവനില്ല. ഇവളെ ഞാൻ എങ്ങനെ വളർത്തി വലുതാക്കിയെന്ന് അറിയാമോ? അറിയാം, കൂട്ടിയിട്ടാ വളർത്തിയത്. ആയിരിക്കും. പട്ടികളെ പോലും ഇപ്പൊ കൂട്ടിയിടാറില്ല. പറയുന്ന നോക്ക്. ഞാൻ ആരുടെ കൂടെ ജീവിക്കണേ തീരുമാനിക്കാനുള്ള അവകാശം പോലും ഇല്ല ആ എനിക്ക്. ഉണ്ട്. ഇല്ല, ഉവ്വ. എന്നിട്ട് എവിടെ ജാതിയും ജാതവും ഒക്കെ നോക്കിയിട്ടുള്ള അവകാശങ്ങളൊക്കെ മതി. ജാതകം നോക്കിയപ്പോ വലിയ കുഴപ്പങ്ങളാണ് കാണുന്നത്. ഒരിക്കലും ചേരാൻ പാടില്ല എന്നാ പറയുന്നേ. പാണ്ടിലോറ് കയറി ചാവാളുടെ യോഗം ഉണ്ടെന്നാ പറയുന്നേ. 4 വർഷം മുമ്പേ ഏട്ടൻ ഗൾഫിൽ പോന്ന് പറഞ്ഞ് ജോത്സനാ. എന്നിട്ട് പ്രധാനമന്ത്രിക്ക് പോലും പുറത്താൻ പറ്റിയിട്ടില്ല. ദൈവം എന്തിനാണ് ഈ ജാതി മതമൊക്കെ ഉണ്ടാക്കിയത്? ആവോ. എല്ലാത്തിനും അതിന്റെ ഒരു ഇതില്ലേ ബാല? ദൈവം ഉണ്ടാക്കിയതാണത്രേ. ദൈവം എന്താ സൈക്കോ ആണ് അതൊക്കെ ഉണ്ടാക്കാൻ? അസത്തെ ഇനി ദൈവദോഷം വരുത്തി വെച്ചോ. ഈ കുടുംബം മുറിഞ്ഞു ഓടി. എന്നാ പിന്നെ എന്തിനാ എന്റെ മെക്കിട്ടായിരുന്നേ? ദൈവത്തിന്റെ അടുത്ത് പറഞ്ഞാ പോരെ. ബാല, നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ആരെ? ദൈവത്തിനെ? ജാതിയും ജാതവും ഒക്കെ നോക്കാതെ കെട്ടിട്ട് എങ്ങനെ നന്നായിട്ട് ജീവിക്കും? ആവോ. ഇവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ പറയുന്നത്? ഇവക്ക് വേണ്ടിയിട്ടല്ലേ ഈ കഷ്ടപ്പെടുന്ന മുഴുവൻ? ഒരു പെൺകുട്ടി വേണമെന്ന് ആശിച്ചാശിച്ചുണ്ടായത് ഒരു വാഴയായി പോലും എന്റെ ദൈവമേ. കേറി പോടി അകത്ത്. വന്നു. വാ, 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 വാ. അപ്പൊ നാടകം കഴിഞ്ഞിരിക്കുന്നു, കണ്ടില്ലേ? ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് പോട്ടെ അമ്മേ. ഒന്ന് കേറി പോമേ. സാറേ സാറേ കിട്ടി. കിട്ടിയോ? അവിടെ എങ്ങനെയുണ്ട്? ജയപ്രകാശിന്റെ വീട്ടിൽ എല്ലാരും ഹാപ്പിയാണ്. അവൻ ഹാപ്പിയാണെങ്കിൽ സംഗതി ലീക്കായി കാണും. ജയപ്രകാശ് ഹാപ്പി ആണെങ്കിൽ സാറും ഹാപ്പിയാണ്. അത് മതി എനിക്ക്. ഒന്നിറങ്ങിപ്പോടോ. ആരാണത്? എന്നെ ഇടാന്നോ? എടാ പന്നി. എന്റെ 16. അയ്യോ ദേ അവള്. ഞാൻ കണ്ടു. എന്ത് കണ്ടു? വീഡിയോ. എങ്ങനെ കണ്ടു? ചാക്കോ കാണിച്ചു തന്നു. അവനെ ഇന്ന് ഞാൻ. ഹലോ, ഹായ്. 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 മന്ത്രി എന്താ ഇങ്ങനെ? കുളിച്ചില്ലേ? ആ, എപ്പോഴാ വന്നേ? ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? സർപ്രൈസ് തരാൻ ഞാൻ സുന്ദരനെ വിളിച്ചിരുന്നു. അവനെ ഇപ്പൊ എന്നോട് പറഞ്ഞേ. അവനെ ഇന്ന് ഞാൻ. അല്ല, നന്നായി വന്നത്, നന്നായി എന്ന് പറയായിരുന്നു. വീഡിയോയിൽ കൈ നിറഞ്ഞു കാണും. എന്താ ബോണി പറഞ്ഞു? അല്ല, അവനും പറയായിരുന്നു വന്നത് നന്നായെന്ന്. ഇപ്പൊ ഒരു ചായ എടുക്ക്. പിന്നെ ഇതിനെ എങ്ങനെയും പറഞ്ഞു വിടാൻ നോക്ക്. ഞാൻ അങ്ങനെ പറഞ്ഞു വിടാനാ? എന്നെ കാണാനല്ലോ വന്നത്. അതെ, ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു. കണ്ടോ? അതേതാ സ്ഥലം? അത് ഇവിടെയല്ലേ? എല്ലാവരും കൂടി ഇവിടെ വന്നോ? എല്ലാരും കൂടിയോ? അവരൊന്നും ഇങ്ങോട്ട് വരാറില്ല. അത് നിങ്ങളല്ലേ? അഭിജ, ഞാൻ അറിയാതെ ആ വീഡിയോ എടുത്തു പോയി. അതിനെന്താ? കുട്ടികളുടെ ബർത്ത്ഡേ വീഡിയോ എടുക്കുന്നത് എപ്പോഴും നല്ലതല്ലേ? പിന്നീട് എപ്പോഴേലും കാണാലോ. പോയി സാറേ. ഞാനും. എന്തിന്? ഒന്നുമില്ല. അതെ, നീ പോയി ചായ എടുക്ക്. ചായ എടുക്ക്. അതെ അഭിജ, നീ ഇപ്പൊ തൽക്കാലം പോ. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. അതെന്താ ഞാനിപ്പോ ഇവിടെ നിന്നാലും? അതെ അഭിജ, പുറത്ത് കണ്ടില്ലേ പ്രവർത്തകരൊക്കെ വലിയൊരു മീറ്റിംഗ് നടക്കാൻ പോവാ. ഐജിയൊക്കെ ഇപ്പൊ വരും. നീ ഇപ്പൊ പോ, ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം. ഒരു മിനിറ്റ്. അതെ, എന്തായി? പാലക്കാടോ? അവന്റെ നാട്ടിലോട്ട് ആളായേക്കേ. ഒന്ന് വേഗം വേണം. ഞാനിവിടെ തീയതികൊണ്ട് നിൽക്കുക. അത് ബേബി അല്ലേ? അല്ല, അതെ. എന്തിനാ ഇത്ര ടെൻഷൻ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് അടുത്തോണ്ടിരിക്കല്ലേ. പൊക്കോ. എന്റെ കമ്പനിയുടെ കാര്യം? മറ്റേ കോൺട്രാക്ട് അല്ലേ, അത് ഞാൻ ഏറ്റു. അതുപോലെ ആ രാകേഷിന്റെ സീറ്റിന്റെ കാര്യം? അവനോട് പോയി നീറ്റ് എഴുതാൻ പറ. അല്ല, നീറ്റ് എഴുതിയില്ലെങ്കിൽ ഞാൻ അവന് മേടിച്ചു കൊടുക്കും. അത് ഉറപ്പാ. ഇനി പൊക്കോ. ഉം.